ഹലോ ഗൈസ്, ഇന്ന് നമുക്കൊരു സോയാബീൻ റോസ്റ്റ് ഉണ്ടാക്കി നോക്കിയാലോ. അപ്പോൾ ഇതൊരു സിമ്പിൾ റെസിപ്പിയാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇതിലേക്ക് നമ്മൾ വാഷ് ചെയ്ത് വെച്ചിരിക്കുന്ന സോയാബീൻ, അതിലേക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കുറച്ച് 2-3 മിനിറ്റെങ്കിലും വെക്കാവുന്നതാണ്. നമ്മളൊരു കുക്കർ എടുത്ത് അതിലോട്ട് ഈ സോയാബീൻ സോട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് ഒരു വലിയ സൈസിലുള്ള 1.5 സവാളയാണ് ഞാൻ ഇട്ടേക്കുന്നത്. സവാളയും തക്കാളിക്ക, അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആക്കിയത്, പിന്നെ കുറച്ച് പെരിഞ്ജീരകം നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്, കറുകപ്പട്ട, പച്ചമുളക് ഇതൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇത് വേകാൻ വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് മിക്സ് ചെയ്തിട്ട് ഒരു 2 വിസിൽ വരുന്നത് വരെയെങ്കിലും നമ്മളിത് വെക്കണം. എന്നെങ്കിലും അപ്പം നല്ലപോലെ ആ സോയാബീൻ ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരും. ഇപ്പോൾ നന്നായിട്ട് വെന്തൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലെ വെള്ളം നമുക്കൊന്ന് കുറച്ച് വറ്റിച്ചിട്ട് മാത്രമേ നമുക്ക് റോസ്റ്റ് ചെയ്യാനായിട്ട് ഒക്കത്തുള്ളൂ. അപ്പോൾ ഇതൊന്ന് വറ്റിക്കാൻ വേണ്ടിയിട്ട് നമ്മളിതൊന്നും കൂടി ക്ലോസ് ചെയ്യാതെ ഗ്യാസ് സ്റ്റോപ്പിലോട്ട് വെച്ച് നന്നായിട്ടൊന്ന് വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കണം. ഇനി ഇത് നമ്മൾ വേറൊരു പാൻ വെക്കണം. അതായത് നമുക്കിത് റോസ്റ്റ് പോലെ ആക്കാൻ വേണ്ടിയിട്ടൊരു പാൻ വെക്കുക. അതിലേക്ക് ചെറിയ ഉള്ളി ചതച്ചിട്ട് കൊടുക്കുക. അപ്പോൾ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും. ചതച്ചതിലോട്ട് നമുക്ക് എടുത്ത ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചുള്ള മല്ലിപ്പൊടി ഇട്ട് ചൂടാക്കുക. മല്ലിപ്പൊടി നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് മുളക് പൊടിയും കൂടി ഇട്ട് നന്നായിട്ട് ചൂടാക്കി ആ പച്ചമണമൊക്കെ മാറുമ്പോൾ നമ്മുടെ സോയാബീൻ്റെ ഒരു മിക്സ് ആഡ് ചെയ്ത് കൊടുക്കുക. മിക്സ് ആഡ് ചെയ്തപ്പോൾ എനിക്ക് തോന്നി ഈ പാത്രം കുറച്ച് ചെറുതാണ്. അപ്പോൾ ഞാൻ ഈ പാത്രം അതിനിടയ്ക്ക് മാറിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ വേറൊരു പാത്രം വെച്ച് ഇനി ഇതിലെ വെള്ളം കംപ്ലീറ്റ് ആയിട്ട് വറ്റണം. അപ്പോഴാണ് നമ്മുടെ കറക്റ്റ് ടേസ്റ്റ് കിട്ടുന്നത്. ഇത് കംപ്ലീറ്റ് ആയിട്ട് വറ്റുന്നിടം വരെ നമുക്കിതൊന്ന് മിക്സ് ചെയ്യുക. ഇനി ഞാൻ കുറച്ച് ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് തേങ്ങാക്കൊത്ത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. തേങ്ങാക്കൊത്തും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത്, കുറച്ച് എരിവ് കുറവായതുകൊണ്ട് ഞാൻ കുറച്ച് കുരുമുളക് പൊടിയും ടേസ്റ്റൊക്കെ നോക്കി ഞാൻ ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ടേസ്റ്റ് അനുസരിച്ച് ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് കുറച്ചും കൂടി കുരുമുളക് പൊടി, നമ്മൾ പച്ചമുളക്, സവാള, പച്ച വെളിച്ചെണ്ണ ഒഴിക്കാവുന്നതാണ്. ഞാനത് വീഡിയോ സ്കിപ്പ് ചെയ്യാൻ മറന്നുപോയതാണ്. അപ്പോൾ നിങ്ങളിതൊക്കെ ഒന്ന് ഇട്ട് നല്ലോണം വരട്ടി ഡ്രൈ ആക്കി എടുത്താൽ നമ്മുടെ സോയാബീൻ റോസ്റ്റ് റെഡിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ.